സംസ്ഥാനത്ത് പാഠപുസ്തക അച്ചടിയുടെ മറവിൽ കോടികളുടെ അഴിമതി. തമിഴ്നാട്ടിൽ നിന്ന് പേപ്പർ വാങ്ങിയതിൽ 100 കോടിയിലധികം രൂപയുടെ അഴിമതി എന്നാണ് പരാതി. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി വഴി 2019 മുതൽ 2024 വരെ നടത്തിയ ഇടപാടുകളിലാണ് അഴിമതി ആരോപണം. സ്റ്റോർ പർച്ചേസ് നിയമവും ടെൻഡർ നടപടികളും അട്ടിമറിച്ചാണ് കോടികളുടെ അഴിമതി നടത്തിയത്. ജനം എക്സ്ക്ലൂസീവ്. ഈ റിപ്പോർട്ടിന് ശേഷം ചെറിയ ഇടവേള, അതിനുശേഷം ഹാപ്പനിംഗ് നൗ തുടരും. 2019 മുതൽ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി വഴി പാഠപുസ്തകം അച്ചടിക്കുന്നതിലേക്കായി നടത്തിയ ഇടപാടിലാണ് കോടികളുടെ അഴിമതി നടന്നത്. തമിഴ്നാട് പേപ്പർ മില്ലിൽ നിന്നും പേപ്പർ വാങ്ങിയതിലാണ് 100 കോടിയോളം രൂപയുടെ അഴിമതി നടന്നത്. ഒരു ടൺ 80 GSM പേപ്പറിന് 54,000 രൂപയാണ് തമിഴ്നാട് പേപ്പർ മില്ലിൽ പരസ്യം ചെയ്തിട്ടുള്ളത്. 30/1/2019 പേപ്പർ വാങ്ങാനുള്ള ഭരണാനുമതിയിൽ 80 GSM പേപ്പറിന് അനുമതി നൽകിയത് 54,063 രൂപയ്ക്കാണ്. 23/1/2019 KBPS 76,200 രൂപയ്ക്ക് തമിഴ്നാട് പേപ്പർ മില്ലിന് പർച്ചേസ് ഓർഡർ നൽകി. 22,137 രൂപയുടെ ക്രമക്കേട്. ഇതുവഴി ആ വർഷം മാത്രമുണ്ടായത് 20 കോടിയുടെ വ്യത്യാസം. കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. 52,600 രൂപ ഒരു ടൺ പേപ്പറിന് ആ വിലയ്ക്ക് വേണം തമിഴ്നാട് പേപ്പർ മില്ലിൽ നിന്ന് വാങ്ങാനെന്നുള്ള ഗവൺമെന്റ് ഉത്തരവുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് 23/1 72,600 രൂപയ്ക്ക് എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് തമിഴ്നാട് പേപ്പർ മില്ലിന് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് വിൽപ്പന നടത്തുകയാണ്, കരാറുണ്ടാക്കുകയാണ്. ഈ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് 20,000 രൂപ അധികം കൊടുത്തുകൊണ്ടിട്ടാണ് കേരളത്തിലെ പാഠപുസ്തക അച്ചടി നടക്കുന്നത്. 5/9/2019 80 GSM പേപ്പറിന് KBPS 78,700 രൂപ നൽകി. 300 MT അതേ വർഷം വാങ്ങുകയുമുണ്ടായി. മുൻ ഓർഡറിൽ നിന്നും 6,500 രൂപ അധികം. ഒരു ടെൻഡർ നടപടികളും ഇവിടെയും പാലിച്ചില്ല. ശരാശരി ഉപയോഗം കണക്കിലെടുക്കാതെയും സ്റ്റോർ പർച്ചേസ് നിയമം പാലിക്കാതെയുമാണ് പേപ്പർ വാങ്ങിയത്. അഡീഷണൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുള്ള ഭരണഘടനാ ഉത്തരവ് പ്രകാരം ഓരോ വർഷവും വാങ്ങുന്ന പേപ്പറിന്റെ അളവ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതിൽ നിന്ന് മിച്ചം വന്നിട്ടുള്ള എത്രയാണോ അത് കണക്കാക്കിയിട്ട് വേണം അടുത്ത വർഷം വാങ്ങിക്കാൻ. അപ്പോൾ സ്റ്റോർ പർച്ചേസ് നിയമം ബാധകമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആ സ്റ്റോർ പർച്ചേസ് നിയമങ്ങൾ പാടെ ലംഘിച്ചുകൊണ്ട്, അതായത് സ്റ്റോർ പർച്ചേസ് വരുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, അപ്പോൾ അത് പാടെ ലംഘിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു വലിയൊരു അഴിമതി ഈ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസും അതോടൊപ്പം തന്നെ തമിഴ്നാട് പേപ്പർ മില്ലിൽ നിന്നും ഇടനില നിന്നുകൊണ്ട് ഉണ്ടാക്കുന്നത്. 2016-17 മുതൽ സ്റ്റോർ പർച്ചേസ് നിയമം പാലിച്ച് ടെൻഡർ നടത്തിയ പർച്ചേസാണ് 2019 മുതൽ ഇല്ലാതായത്. ടെൻഡറിന് വിളിച്ചപ്പോൾ ആരും പങ്കെടുത്തില്ലെന്നാണ് സർക്കാരിന്റെ RTI മറുപടി. ഇത്തരത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി 2024 വരെ സ്റ്റോർ പർച്ചേസ് നിയമം ലംഘിച്ച് പേപ്പർ വാങ്ങിയ ഇനത്തിൽ 100 കോടിയിലധികം രൂപ അഴിമതി നടന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് ആരോപണം. എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.